ഞങ്ങളിപ്പോൾ ഉള്ളത് സൂക്ക് വാക്കിഫിലുള്ള അൽ അക്കർ സ്വീറ്റ്സിലാണ്. ഖത്തറിൽ വരുന്നതിന് മുന്നേ തന്നെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്ന ഒരു സാധനമാണ് ഇവിടുത്തെ ബെസ്റ്റ് കുനാഫ ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കണ്ട പേര് അൽ അക്കർ സ്വീറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. അൽ അക്കർ സ്വീറ്റ്സിന് ഇവിടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്തത് സൂക്ക് വാക്കിഫില ബ്രാഞ്ചിൽ നിന്നാണ്. ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത് കുനാഫ തന്നെയാണ്. അത് മാത്രമല്ല ഒത്തിരി വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സും ഉണ്ട് കേട്ടോ അവിടെ. ഇത് ഖത്തറിൽ തന്നെ വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിലെ ആൾക്കാർക്ക് മിക്കവർക്കും അറിയുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല ക്യൂ നിന്നിട്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്ലേറ്റ് കുനാഫയ്ക്ക് വരുന്നത് 16 ഖത്തർ റിയാലാണ് കേട്ടോ. ഒരു പ്ലേറ്റിൽ 2 പീസായിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ എടുത്തത് 2 ടൈപ്പിലുള്ളതാണ് എടുത്തത്. രണ്ടും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അവിടെ ഇരുന്ന് കഴിക്കാനാണെങ്കിലും പുറത്ത് കുറച്ച് സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഫുൾ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ ടേസ്റ്റിനെ പറ്റി പറയണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് കുനാഫ എന്ന് തന്നെ പറയാം. നമ്മൾ ഈ സാധാരണ കുനാഫ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് മടുത്തു പോകാറുണ്ട് ഓവർ മധുരം കാരണം. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുമായിരുന്നു. ഈ 2 കഴിച്ചതിൽ എനിക്ക് ആദ്യത്തെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ ഐറ്റം കുറച്ചും കൂടി മധുരം കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഐറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുട്ടൂനും അത് തന്നെ കേട്ടോ ഇഷ്ടപ്പെട്ടത്, ഫസ്റ്റ് കഴിച്ച സാധനം. പിന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇത് ചൂട് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് കഴിച്ചതുകൊണ്ട് തന്നെ ചൂട് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ ചീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ് കേട്ടോ ഈ കുനാഫ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ദിവസം പോയ സമയത്ത് ചൂടോട് കൂടി കഴിക്കാനായിട്ട് അവിടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റത്തെ ഐറ്റം മാത്രമാണ് കേട്ടോ അന്ന് മേടിച്ചത്. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് വരിക. അപ്പൊ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാട്ടോ ഇത്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.